വന്ദരായ വൈദികരെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, പൗരസ്ത്യ സഭകളെല്ലാം തന്നെ ഈ കഴിഞ്ഞ ദിവസം ജൂലൈ 15 യൂലീത്തി അമ്മയുടെയും കുറിയാക്കോസ് സഹദായുടെയും പെരുന്നാൾ ഓർമ്മ ദിവസം കൊണ്ടാടിയ ദിവസമായിരുന്നുവല്ലോ. ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷി മരണം പ്രാപിച്ച ഒരമ്മയുടെയും കുഞ്ഞിൻ്റെയും ഓർമ്മയാണ്. കുറിയാക്കോസ് സഹദ രക്തസാക്ഷി മരണം പ്രാപിച്ചത് 3-ാമത്തെ വയസ്സിലാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. 3 വയസ്സുള്ള ഒരു സഹദ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 3-ാമത്തെ വയസ്സിൽ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷി മരണം പ്രാപിക്കാൻ തക്കവണ്ണം ഒരാൾക്കിടയാകുക എന്ന് പറയുന്നത് എത്രമാത്രം വിസ്മയകരമായ, അതിശയകരമായ ഒരു കാര്യമാണെന്നുള്ളത്. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ റോമാ സാമ്രാജ്യത്തിൽ ക്രിസ്തുമത പീഡനം ശക്തമായപ്പോൾ വധിക്കപ്പെട്ടവരാണ് അമ്മ യൂലീത്തിയും കുറിയാക്കോസ് സഹദായും. ഗീവർഗീസ് സഹദായുടെ അതേ കാലഘട്ടം. ഗീവർഗീസ് സഹദ ക്രിസ്തുവർഷം 303 ക്രിസ്തുവർഷം 303 ഗീവർഗീസ് സഹദ രക്തസാക്ഷി മരണം പ്രാപിച്ചപ്പോൾ 304 രക്തസാക്ഷി മരണം പ്രാപിച്ചവരാണ് യൂലീത്തി അമ്മയും കുറിയാക്കോസ് സഹദായും. ഏഷ്യ മൈനർ പ്രദേശം എന്ന് പറയുന്നത് വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ ശ്ലീഹ സ്ഥാപിച്ച 7 സഭകളുള്ള ആ സ്ഥലം ഇന്നത്തെ ടർക്കിയിലെ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് ഏഷ്യ മൈനർ പ്രദേശം. അവിടെയാണ് ഐഖോണിയ എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് യൂലീത്തി അമ്മയുടെ ജന്മസ്ഥലം. അവിടെയാണ് അവരുടെ ഭവനം. കുറിയാക്കോസ് ജനിച്ച് കുറച്ച് നാൾ കഴിയുന്നതിന് മുമ്പ് പിതാവ് മരിച്ചുപോയി. വലിയ ധനികനായ മനുഷ്യരായിരുന്നു. ഈ അമ്മ, വിധവയായ അമ്മ യൂലീത്തി അമ്മ, ഈ കുഞ്ഞിനെ ചെറുപ്പം മുതലേ ആരാധനയുടെ ഭാഗമാക്കി തന്നെ വളർത്തി, വിശ്വാസത്തിൻ്റെ ഭാഗമാക്കി തന്നെ വളർത്തി. നമ്മളങ്ങനെയാണല്ലോ, കുഞ്ഞായിരിക്കുമ്പോൾ, വളരെ കുഞ്ഞായിരിക്കുമ്പോഴേ മാമോദീസ മുക്കി സഭയുടെ ഭാഗമാക്കി, സഭയുടെ ആരാധനാ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കുഞ്ഞുങ്ങളെ വളർത്തണമെന്നാണല്ലോ സഭകളുടെ പഠിപ്പിക്കലുകൾ. അങ്ങനെ തന്നെ ഈ കുഞ്ഞിനെ വളർത്തി. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ക്രിസ്തുമത പീഡനം വളരെ കഠിനമായപ്പോൾ അമ്മ ഐഖോണിയയിൽ നിന്നും സെലൂഷ്യയിലേക്കും അവിടെ നിന്ന് ടർസൂസിലേക്കും ഓടിപ്പോയി. അന്ത്യോക്യക്കടുത്തുള്ള ടർക്കി തന്നെയാണ്. ഇതെല്ലാം ഏഷ്യ മൈനർ പ്രദേശമാണ്. അവിടെ കൂടി പോയി. ടർസൂസ് നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ്റെ ജന്മസ്ഥലമാണ്. അവിടെയും ഈ പീഡനം, ക്രിസ്തുമത പീഡനം വളരെ ശക്തമായിരുന്നത് കൊണ്ടും അവിടുത്തെയും ഗവർണർ അത് ചക്രവർത്തിയുടെ കൽപ്പന അനുസരിച്ച് തന്നെ എല്ലാ ക്രിസ്തുമത വിശ്വാസികളെയും നിഗ്രഹിക്കുവാൻ തക്കവണ്ണമുള്ള താല്പര്യമെടുത്തിരുന്നത് കൊണ്ടും പിടിക്കപ്പെടുകയും യൂലീത്തി അമ്മയും കുറിയാക്കോസും പിടിക്കപ്പെടുകയും അങ്ങനെ അവരെ ക്രൂരമായി പീഡിപ്പിക്കുകയും ക്രിസ്തുമതം ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം ആജ്ഞാപിക്കുകയും ചെയ്തു. രണ്ടുപേരും ഒരുപോലെ ക്രിസ്തു വിശ്വാസത്തിന് വേണ്ടി ശക്തമായിട്ട് സംസാരിച്ചു. 3 വയസ്സുള്ള കുറിയാക്കോസ് അമ്മയോട് പറഞ്ഞു, ക്രിസ്തുവിനെ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന്. അവനാണ് നമ്മുടെ രക്ഷകൻ എന്ന് ഈ കുഞ്ഞിനെ പഠിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അമ്മയെ പീഡിപ്പിക്കുമ്പോഴും അമ്മയോട് പറഞ്ഞു ക്രിസ്തുവിനെ ഉപേക്ഷിക്കരുതെന്ന്. ഒരമ്മ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാമോ? ഏറ്റവും കൂടുതൽ വേദന എടുക്കുന്നത് കുഞ്ഞിനെന്തെങ്കിലും പറ്റും. അമ്മയുടെ കൈ മുറിഞ്ഞ അമ്മയ്ക്ക് വേദന ഉണ്ടാകുകയില്ലല്ലോ. കുഞ്ഞിൻ്റെ കാലൊന്ന് മുട്ടിയാൽ മതി, അമ്മയ്ക്ക് വേദന എടുക്കും, അല്ലേ?
അമ്മ ഏറ്റവും എല്ലാ അമ്മമാരും അങ്ങനെയാണ്. ഒരമ്മയ്ക്ക് വേദന ഉണ്ടാകുന്നത് മക്കളുടെ വേദനയാണ് അമ്മയുടെ വേദന. മക്കൾക്ക് വേണ്ടിയാണല്ലോ അമ്മ ലോകത്തെ ഏറ്റവും വലിയ വേദന സഹിക്കുന്നതും. അതുകൊണ്ട് ഈ അമ്മയെ മനംതിരിക്കാൻ വേണ്ടി അവർ ചെയ്തത്, പടയാളികൾ ചെയ്തത്, കുര്യാക്കോസിനെ കാലിൽ പിടിച്ച് നിലത്തടിക്കുകയും ആ വേദന സഹിച്ചുകൊണ്ടും കുര്യാക്കോസ് പറഞ്ഞു, ക്രിസ്തു രക്ഷകനാണെന്ന്. ഈ 3 വയസ്സുകാരൻ കുര്യാക്കോസിന്റെ നാവ് പടയാളികൾ പിഴുതെടുത്തു. നാവ് പിഴുതെടുത്ത് നിലത്തിട്ടു. കുര്യാക്കോസിന്റെ നാവ് പിഴുതെടുത്ത് നിലത്തിട്ട നാവ് അവിടെ കിടന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്നാണ് ചരിത്രം. നിലത്ത് വീണ നാവ് അവിടെ കിടന്ന് ചലിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്നാണ് ചരിത്രം. അങ്ങനെ കുര്യാക്കോസും യൂലീത്തി അമ്മയും രക്തസാക്ഷി മരണം പ്രാപിച്ചു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് 312 ഇത് 304 നടന്ന സംഭവം. 312 എഡിക്റ്റ് ഓഫ് മിലാനിലൂടെ റോമാ സാമ്രാജ്യം ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ ഇവിടെ എല്ലാം ദേവാലയങ്ങൾ ഉണ്ടാവുകയും, നമുക്കറിയാം കോൺസ്റ്റന്റൈൻ്റെ അമ്മ ഹെലനി രാജ്ഞി യെരുശലേമിൽ വന്ന് കർത്താവിൻ്റെ കുരിശ് കണ്ടെടുക്കുകയും അവിടെയൊക്കെ ദേവാലയങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്ത സന്ദർഭത്തിൽ 337 ആ നൂറ്റാണ്ടിൽ തന്നെ കുര്യാക്കോസ് സഹദ രക്തസാക്ഷി മരണം പ്രാപിച്ച 337 അവർ കൊല്ലപ്പെട്ട അടക്കപ്പെട്ട സ്ഥലത്ത് ദേവാലയം ഉണ്ടായി. ആ കാലഘട്ടത്തിൽ തന്നെ അവരെ വിശുദ്ധരായി കാണുകയും രക്തസാക്ഷികൾ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷ്യം വഹിച്ച അവരുടെ മധ്യസ്ഥത തേടുകയും ചെയ്യുന്ന പാരമ്പര്യം ഉണ്ടായിരുന്നു. ക്രിസ്തുവർഷം 337 അവിടെ ദേവാലയമുണ്ടായി. അന്ന് മുതൽ പൗരസ്ത്യ സഭകൾ ഈ 2 പേരെയും, യൂലീത്തി അമ്മയെയും കുര്യാക്കോസിനെയും സഹദേന്മാരുടെ ഗണത്തിൽ ചേർക്കുകയും വിശ്വാസധീരന്മാരായി കാണുകയും അവരുടെ മധ്യസ്ഥത തേടുകയും ചെയ്യുന്നു. ജൂലൈ 15 പെരുന്നാൾ കൊണ്ടാടുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ ഒരമ്മയും കുഞ്ഞും അവരുടെ വിശ്വാസധീരതയും, ഒരമ്മ കുഞ്ഞിനെ വളർത്തിയ ആ വളർത്തലിൻ്റെ മഹത്വവുമൊക്കെ നമുക്കറിയാമല്ലോ. ഇന്ന് കേരളത്തിൽ കേരള ഗവൺമെന്റ് ഇന്നത്തെ യുവതലമുറയെ രക്ഷിക്കാൻ വേണ്ടി, മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി വലിയ പദ്ധതികളൊക്കെയാണ്. തൂഫാൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് തന്നെ ഡിക്ലെയർ ചെയ്ത് അങ്ങനെ വലിയ പദ്ധതിയാണ്. അക്കാര്യം അത്രമാത്രം മലീമസമായിരിക്കുകയാണ് ഇന്നത്തെ യുവതലമുറയുടെ ജീവിതം എന്നുള്ളത്. അത് ഗവൺമെന്റിനോ മറ്റാർക്കെങ്കിലുമോ സാമൂഹ്യ സംവിധാനങ്ങൾക്കോ സാധിക്കുന്നതിനപ്പുറമായിട്ട് ഭവനത്തിൽ നടക്കേണ്ടതാണ് വിശ്വാസസ്ഥിരതയും ജീവിതമൂല്യവും എന്ന്. ഒരു ഭവനത്തിൽ മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ കുഞ്ഞുങ്ങൾക്കുണ്ടാകേണ്ട മൂല്യബോധമാണ് വിശ്വാസസ്ഥിരതയും ജീവിതമൂല്യങ്ങളെ പറ്റിയുള്ള ലക്ഷ്യവും എന്നുള്ളത് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ജൂലൈ 15 കുര്യാക്കോസ് സഹദായും അമ്മ യൂലീത്തിയുടെയും ഓർമ്മ എന്ന് പറയുന്നത്. അവരെങ്ങനെ വിശ്വാസസ്ഥിരതയോടെ നിന്നു എന്നും ജീവിത മൂല്യങ്ങളിൽ അടിയുറച്ച് മരണം വരെ നിന്നു എന്നുള്ളതും അത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന സംഗതിയാണ്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, രാഷ്ട്രീയ സംവിധാനത്തിലും സാമൂഹ്യ സംവിധാനത്തിലും ഒക്കെ കുടുംബ ബന്ധങ്ങളെയും ജീവിത മൂല്യങ്ങളെയും വളർത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ നാം ഭവനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് ശ്രദ്ധ വയ്ക്കുന്നില്ലെങ്കിൽ അതൊന്നും തന്നെ ഫലപ്രദമായി മാറുകയില്ല എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ നോഹയുടെ ജനനത്തെ പറ്റി പറയുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കണം. നോഹയുടെ ജനനം ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 28-ാം വാക്യം അവിടെ പറയുന്നത്, ലാമേക്കിന് 182 വയസ്സായപ്പോൾ അവന് ഒരു മകൻ ജനിച്ചു. ദൈവം ശപിച്ച ഈ ഭൂമിയിൽ
നമ്മളുടെ കൈകളുടെ പ്രവൃത്തിയിലും പ്രയത്നത്തിലും ഇവൻ എനിക്ക് ആശ്വാസം നൽകും എന്ന് പറഞ്ഞ് അവന് നോഹ എന്ന പേരിട്ടു. നോഹ എന്ന വാക്കിൻ്റെ അർത്ഥം ഇവൻ ആശ്വാസമാണ് എന്നാണ്. ഓരോ കുഞ്ഞും ജനിക്കുമ്പോഴും, ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞും, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും, എല്ലാ മാതാപിതാക്കളുടെയും പ്രതീക്ഷയും സ്വപ്നവും എന്ന് പറയുന്നത് ഇവൻ ഇവൾ എനിക്ക് ആശ്വാസമായിരിക്കും എന്നുള്ളതാണ്. ഇവൻ ഇവൾ എനിക്ക് ആശ്വാസമായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഓരോ കുഞ്ഞിൻ്റെയും ജന്മത്തെ ഈ ഭൂമി സ്വാഗതം ചെയ്യുന്നത്. മാതാപിതാക്കൾ ആ സന്തോഷത്തിലാണ് ഈ കുഞ്ഞിനെ സ്വീകരിക്കുന്നതും ഭൂമിയിലേക്ക്. പക്ഷെ എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചുറ്റും കാണുന്ന ജീവിതങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നോഹയെ പറ്റി അവിടെ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലാണ് നോഹയുടെ ജനനത്തെ പറ്റി പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ വീണ്ടും പറയുന്നു, നോഹയുടെ വംശപാരമ്പര്യമാവിത്, അവൻ ആ തലമുറയിൽ നിഷ്കളങ്കനും നീതിമാനുമായിരുന്നു എന്നാണ്. നോഹയുടെ വംശപാരമ്പര്യം പറയുമ്പോൾ സാധാരണഗതിയിൽ എന്താ വേണ്ടിയേ? അവരുടെ പൂർവികരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് ഇന്നാൾ ഇന്നാരെ ജനിപ്പിച്ചു, ഇന്നാൾ ഇന്നാരെ ജനിപ്പിച്ചു, വംശാവലി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? വേദപുസ്തകത്തിൽ എല്ലായിടത്തും വംശ പാരമ്പര്യം പറയുമ്പോൾ ഇന്നാൾ ഇന്നാരെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ പാരമ്പര്യമാണ് പറയുന്നത്. പക്ഷെ നോഹയുടെ മാത്രം വംശപാരമ്പര്യം പറയുമ്പോൾ അതൊന്നും പറയുന്നില്ല, ആരെ പറ്റി പറയുന്നില്ല, പിതാക്കന്മാരുടെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇങ്ങനെ പറയുന്നത്, നോഹ ആ തലമുറയിൽ നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു. ദൈവം അവനെയാണ് ഈ ഭൂതലത്തിൽ പുതിയ സൃഷ്ടി, പുതിയ ജീവൻ നിലനിർത്താൻ തക്കവണ്ണം തെരഞ്ഞെടുത്തത് എന്ന് നാം ഓർക്കണം. മനുഷ്യന്റെ പാപം മൂലം ഈ ലോകം നശിപ്പിക്കാൻ, പ്രളയം മൂലം ഈ ലോകം നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചപ്പോൾ ഈ ഭൂമിയിൽ ജീവന്റെ തുടിപ്പ് നിലനിർത്താൻ തക്കവണ്ണം ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണ് നോഹ. കാര്യം, അവൻ ജനിച്ചപ്പോൾ മാതാപിതാക്കൾ പ്രതീക്ഷിച്ചു ഇവൻ എനിക്ക് ആശ്വാസമായിരിക്കും എന്നുള്ളത്. ഇവൻ ആശ്വാസമാകണം എന്ന പ്രതീക്ഷയിൽ തന്നെ അവനെ വളർത്തി. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്നു, നോഹ ആ തലമുറയിൽ നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു എന്നാ പറയുന്നത്. നോഹ ആ തലമുറയിൽ നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു. നീതിയുള്ളവരും നിഷ്കളങ്കതയോടും പുതിയ തലമുറ വളർന്നു വരണമെന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല തൂഫാൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ പടപൊരുതി കൊണ്ട് മാത്രമൊന്നും നടക്കുന്ന കാര്യമല്ല. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ നീതിയുള്ളവരും നിഷ്കളങ്കതയോടും വളർന്നു വരാൻ തക്കവണ്ണം ഇടയാക്കണമെങ്കിൽ, അങ്ങനെ നീതിബോധത്തോടെ വളരുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം അർത്ഥപൂർണമാകുന്നത്. അറിവുള്ളവർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ക്രിസ്ത്യൻ പേരന്റിങ് ഈസ് എ ഡിഫിക്കൽട്ട് ജോബ്. ക്രിസ്ത്യൻ പേരന്റിങ് ഈസ് എ ഡിഫിക്കൽട്ട് ജോബ്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അതൊരു ചെറിയ കാര്യമല്ല. അത് വലിയ ടാസ്ക്കാണ്, വലിയൊരു ജോബാണ്, വലിയ തൊഴിലാണ്, വലിയൊരു ഉത്തരവാദിത്വമാണ് എന്നുള്ളത്. ജൂലൈ 15-ന് കുര്യാക്കോസ് സഹദായുടെയും അമ്മ യൂലിത്തിയുടെയും ഓർമ്മ പൗരസ്ത്യ സഭകൾ ഒരുപോലെ കൊണ്ടാടിയപ്പോൾ കർത്താവിൽ വാത്സല്യമുള്ളവരെ, ആ അമ്മയും കുഞ്ഞും വിശ്വാസ ലോകത്തിന് നൽകിയ പാഠം, ആ അമ്മയും കുഞ്ഞും വിശ്വാസ ലോകത്തിന് നൽകിയ പാഠം എത്ര ശ്രേഷ്ഠമാണ് എന്നുള്ളത്, വിശ്വാസസ്ഥിരതയിലും ജീവിത മൂല്യത്തിലും അടിയുറച്ച് മരണത്തെ പോലും വരിക്കുവാൻ തക്കവണ്ണം സ്ഥിരതയോടെ പോരാടിയ ആ അമ്മയും കുഞ്ഞും നമ്മുടെ മുമ്പിൽ എന്നും മാർഗദർശനം നൽകേണ്ടതാണ്. അത് ചിന്തിക്കുവാൻ തക്കവണ്ണം, അങ്ങനെ നമ്മുടെ തലമുറയെ പറ്റിയുള്ള ഒരു ബോധ്യവുമൊക്കെ നമ്മുടെ മനസ്സിൽ രൂഢമൂലമാകുവാൻ
ഈ സന്ദേശം പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.